വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസിൽ നമ്മൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിസിക്സിൽ ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. ഇന്ന് ഇലക്ട്രിസിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുതിയുടെ താപഫലം എന്നാണ് നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്, മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ പല കുട്ടികളും പറയുന്നുണ്ട് മലയാളത്തിലൂടെ PDF പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ മലയാളം നോട്ടുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ നോട്ടുകൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുക. ഞാൻ പറ്റുന്ന അത്രയും മലയാളം ടേംസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ഈസി ആകുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും എനിക്ക് വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അത് PSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSC ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പറയുന്ന റെയിൽവേ എക്സാമുകളായിക്കോട്ടെ, എപ്പോഴും ഇംഗ്ലീഷ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആണ് നല്ലത്. അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒന്ന് എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. കാരണം ഈ പറയുന്ന ഇംഗ്ലീഷിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അർത്ഥം വ്യത്യാസം വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ സയൻസിനകത്ത് പോലും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ടേംസിൻ്റെയൊക്കെ മീനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ച ആ ഒരു വാക്കായിരിക്കണമെന്നില്ല അവിടെ വരുന്നത്. അപ്പോൾ അത് കാരണം കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളൊരു എക്സാം എഴുതുമ്പോൾ അറിയാമല്ലോ, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അവിടെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നമ്മുടെ ഒരു 1-2 മിനിറ്റ് വെറുതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കാൽക്കുലേഷൻ സമയത്തത് നമുക്കത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ മലയാളത്തിൽ പ്രിഫർ ചെയ്യാതെ ഇംഗ്ലീഷ് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു വാക്ക് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റായിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യാം, അതായത് എൻ്റെ വാട്സാപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ എന്ത് ചെയ്യാം, മെസ്സേജ് ആയിട്ട് ചോദിക്കുക, ഞാൻ അത് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൂഗിൾ എടുത്തൊന്ന് ട്രാൻസ്ലേറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹീറ്റിംഗ് എഫക്റ്റ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അറിയാമല്ലോ, നോട്ട് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ മറ്റ് അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്നും ഒക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ അത് നല്ലതായിരിക്കും. ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ അത് ചേഞ്ച് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ 2 പോയിന്റുകൾ ഞാനിവിടെ പറഞ്ഞിട്ടേ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒന്ന്, നമ്മൾ ഇലക്ട്രിക് സെല്ല് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഇലക്ട്രിക് സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സർക്യൂട്ടിലേക്ക് എന്ത് കൊണ്ടുവരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടുവരുന്നതാണ് ആര്, ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലെന്ന് പറയുന്നു. ഇൻഡിവിജ്വൽ സെല്ലുകൾ ചേരുമ്പോൾ ബാറ്ററി. അപ്പോൾ ബാറ്ററിയിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ബാറ്ററിയിൽ എന്ത് ഊർജ്ജം എന്തിലേക്കാണ് മാറുന്നത്, എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ബാറ്ററി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെല്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്. അത് എന്ത് ചെയ്യും, ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, കെമിക്കൽ എനർജിയെ എന്ത് ചെയ്യുന്നു, വൈദ്യുത ഊർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സെല്ല് എന്ന് പറയുന്നത്. സെല്ലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ലൈൻ ഉപയോഗിച്ചിട്ടാണ്. അതിൽ വലിയ ലൈൻ പോസിറ്റീവ് ടെർമിനലെയും ചെറിയ ലൈൻ നെഗറ്റീവ് ടെർമിനലെയും കാണിക്കുന്നു. അങ്ങനെയുള്ളൊരു ബാറ്ററിക്ക് അത് എന്ത് നടക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഇലക്ട്രോണുകൾ വരുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബാറ്ററികൾ 2 തരമാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി സെല്ലും മറ്റൊന്ന് സെക്കൻഡറി സെല്ലും. ഇതൊക്കെയാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ നോർമലി വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ല് അത് റീചാർജ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് ബി ചാർജ്ഡ്, അല്ലേ. നമുക്ക് ഒരു തവണ അതിലെ ചാർജ് കെമിക്കൽ റിയാക്ഷൻ വഴി നഷ്ടപ്പെട്ടു പോയാൽ അതിനടുത്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ വീണ്ടും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എക്സാമ്പിളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ടായിക് സെല്ല്, ഡാനിയൽ സെല്ല്, ലെക്ലാഞ്ചിയ സെല്ല് എന്നൊക്കെ പറയുന്നത് പ്രൈമറി സെല്ലുകളുടെ എക്സാമ്പിളാണ്. ഇവരുടെ പേര് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് സെല്ലാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വോൾട്ടായിക് സെല്ല്, ഡാനിയൽ സെല്ല്, ലെക്ലാഞ്ചിയ സെല്ല് എന്ന് പറയുന്നത് പ്രൈമറി സെല്ല് ആണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, നമ്മുടെ കാറുകളിൽ ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവയാണ് നമ്മൾ സെക്കൻഡറി സെല്ലെന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ചാർജ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. നമുക്കത് വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ലെഡ് ആസിഡ് ബാറ്ററി, അതുപോലെ ആസിഡ് ആൽക്കലി അക്യുമുലേറ്റേഴ്സ് എന്ന് പറയുന്നതെല്ലാം, അതായത് ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെൽ എന്നൊക്കെ പറഞ്ഞ എല്ലാം എന്താണ്, സെക്കൻഡറി സെല്ലാണ്. അപ്പോൾ സെല്ലിനകത്ത് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഈ പറയുന്ന സെക്കൻഡറിക്കകത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടറിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഇലക്ട്രിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. 2 തരത്തിലുണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, സെക്കൻഡറി റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇ എം എഫ് എന്താണെന്ന് ചോദിക്കും. ഇ എം എഫിൻ്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇ എം എഫിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. പലരും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് തരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നായിരിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാനാണ് താല്പര്യം കാണിക്കുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ മിക്ക ക്ലാസ്സിലെയും പിള്ളേർ പറയുന്നത് ഇത് തന്നെയാണ്. ഇ എം എഫ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. അത്യാവശ്യം പഠിച്ചിട്ടുള്ളവന്മാർ പോലും അങ്ങനെയാണ് പറയുന്നത്. തെറ്റിപ്പോകരുത്. ഇ എം എഫിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോണിനെ മൂവ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്നാണ് ഞാനതിന് ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ എന്താ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. നോക്കിയാൽ നമ്മളൊരു ബാറ്ററി എടുത്ത് വെച്ചേക്കുന്നു. അതിന് എക്സ്റ്റേണൽ സർക്യൂട്ടായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടില്ല. ഇല്ലാത്ത പക്ഷം ആ പറയുന്ന പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇല്ലേ? ആ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇ എം എഫ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ the two electrodes of a cell. ഒരു ബാറ്ററി, ആ ഒരു സെല്ല് ഇങ്ങനെ ഉണ്ട്. അതിനൊരു ടെർമിനൽ പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്, അകത്ത് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നു. അത് കാരണം ഇലക്ട്രോൺസ് ഒക്കെ ബിൽഡായി നിൽക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണോ, ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഇ എം എഫ് ഓഫ് എ സെൽ എന്ന് വിളിക്കുന്നത്. വെൻ നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതായത് പുറത്ത് സർക്യൂട്ടുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ലാത്ത പക്ഷം ഒരു സെല്ലിൽ കാണുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഇ എം എഫ് എന്ന് വിളിക്കുന്നത്. ഇ എം എഫിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മിസ്സായി പോയി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ അത് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? നമ്മുടെ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പഠിച്ചു അല്ലേ? റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പഠിച്ചു. അപ്പോൾ ആ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൻ്റെ ബേസിക് ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. നമുക്ക് രണ്ട് തരത്തിലാണ് സെല്ലുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അത് R1 + R2 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി മറ്റൊരു രീതിയിൽ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ നിങ്ങൾക്കറിയാം. അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 1/R ആണ്. അത് എന്തിന് ഈക്വലാണ്? 1/R1 + 1/R2 ഈക്വൽ ആണെന്നുള്ളതും അറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കതിൻ്റെ ഉത്തരം ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ചോദ്യം പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ കറണ്ട്? കണ്ടുപിടിക്കാനുള്ളത് കറണ്ടാണ്. ഇഫ് 4 ohm and 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കൊന്ന് വരച്ചു നോക്കാം. നമ്മുടെ പക്കൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 4 ohm ആണ്. മറ്റൊരു റെസിസ്റ്റർ എന്ന് പറയുന്നത്, ഇതാണ് ഒരു റെസിസ്റ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, അത് 2 ohm ആണ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്തേക്കുകയാണ്? ഒരു ബാറ്ററിയിൽ കൊടുത്തേക്കുകയാണ്. ആ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്ന 6 volt ആണെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം 2 നിയമങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. V = I × R. ഇതാണ് എന്ത്? ഓംസ് ലോ എന്ന് പറയുന്നത്. മറ്റൊരു നിയമം എന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷൻ്റെ നിയമമാണ്. ഞാൻ മോളിൽ പറഞ്ഞു. തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഏതാണ്? നമ്മുടെ സ്കൂൾ പരീക്ഷയ്ക്ക്. നിങ്ങൾ അത്രയ്ക്കൊന്നും നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. എന്നാലും നമുക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. നമുക്ക് 2 റെസിസ്റ്റേഴ്സാണുള്ളത്. അതിൽ R1 എന്ന് പറയുന്നത് ഞാൻ 4 ohm ആയിട്ട് എടുത്തു. അതിൽ രണ്ടാമത്തെ R2 എന്ന് പറയുന്നത് ഞാൻ എത്രയായിട്ട് എടുത്തു? 2 ohm ആയിട്ട് എടുത്തു. അവിടെ തന്നിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ എത്രയായിട്ട് എടുത്തു? 6 volt എന്ന് എടുത്തു. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കറണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്? നമുക്കറിയില്ല. കറണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? V = I × R ആണെങ്കിൽ അതിൽ I എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് V/R ആണ്. ഒരു ട്രയാങ്കിൾ വരച്ച് ഞാനന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ V/R ആണ്. അപ്പോൾ V നമുക്കുണ്ട് 6 volt. പക്ഷേ R എന്ന് പറയുമ്പോൾ ഇവിടെ 2 R ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടെ ചേർന്നുള്ള R എടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്ത് കണക്ഷനാണ്? ഇതൊരു സീരീസ് കണക്ഷനാണ്. സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? അത് R1 + R2 ആണ്. അപ്പോൾ R1 എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് R2 എന്ന് പറയുന്നത് 2 ആണ്. 4 2 കൂടെ 6 ohm ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടും I = V എത്ര? 6/6. ദാറ്റ് ഈസ് I = എന്തെന്ന് കിട്ടും? 1 ampere എന്ന് കിട്ടും.
ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ചോദ്യങ്ങൾ മുമ്പ് പ്രീവിയസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ സീരീസിനകത്ത് എവിടെയോ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് ഉറപ്പായിട്ട് പഠിക്കുക. ഇതിപ്പോൾ സീരീസ്. ഇനി ഇതേ മോഡൽ പാരലൽ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ കറണ്ട്? കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താ പറഞ്ഞേക്കുന്നത്? 12 ഓമും 4 ഓമും വരുന്ന റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ അവിടെയുള്ള കറണ്ട് എത്ര എന്നാണ് ചോദ്യം. സെയിം പരിപാടി തന്നെ, പക്ഷേ എന്താണ് കണക്ഷൻ എന്ന് പറയുന്നത് പാരലാണ്. അപ്പോൾ പാരലാകുമ്പോൾ നമുക്കറിയാം ഒരു പോയിന്റിൽ വന്ന് അത് 2 ഭാഗങ്ങളായിട്ട് മാറും. ഇവിടെ ഒരു റെസിസ്റ്റർ, അടുത്ത് ഇവിടെ ഒരു റെസിസ്റ്റർ, രണ്ടും തമ്മിൽ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ബാറ്ററിയിൽ കൊടുത്തേക്കുകയാണ്. ഇങ്ങനെയാണല്ലോ പാരൽ കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് എന്ന് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1 ആണ്, അത് എത്രയാണ്? 12 ഓമാണ്. R2 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, എത്രയാണ്? അത് 4 ഓമാണ്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പോലെ തന്നെ എന്താണ് തന്നിട്ടുള്ളത് എടുത്ത് എഴുതുന്നു. നമുക്കറിയാം R1 എന്ന് പറയുന്നത് എത്രയാണ്? 12 ഓമാണ്. R2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ഓമാണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. കണ്ടുപിടിക്കാനുള്ളത് കറണ്ടാണ്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് V/R ആണ്. പക്ഷേ R എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഫോർമുല എന്താണ്? പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് 1/R1 + 1/R2. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് കിട്ടും? 1/R = ഇതിപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. എന്നാലും നോക്കിക്കോ, R2 + R1 × R2 ആണ്. അത് 1/R. തിരിച്ച് R/1 എടുക്കുക, നമുക്ക് എന്ത് കിട്ടും? R1 × R2/R1 + R2. ഓക്കെ, ഇങ്ങനെ കിട്ടും. നമ്മൾ R എടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നു. R1 എന്ന് പറഞ്ഞാൽ 12 × 4/12 + 4. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടും? 12 × 4 എന്ന് വെച്ചാൽ 12, 24, 36, 48/12 + 4 എത്രയാണ്? 16. അപ്പോൾ R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 48/16. നമുക്ക് ചെയ്ത് നോക്കാം. 2 വെച്ച് തൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 24 എത്ര കിട്ടും? 16ൻ്റെ പകുതി 8 എന്ന് കിട്ടും. 1 8 2 16 3 8 24. അപ്പം 3 ഓമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടും I = V എത്ര? 12/3. I = എത്രയാണ്? 1 3 2 3 6 3 3 9 4 3 12. 4 പ്രാവശ്യം എന്താണ്? 4 ആംപിയർ ആണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 സിമ്പിൾ ചോദ്യങ്ങൾ. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷേ എല്ലാം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ക്ലാസ് മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യും. നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്യുന്ന സീരീസ് അത് നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ചെയ്യും. ഇനി ആ പ്രീവിയസ് ഇയർ നമുക്ക് കുറച്ച് ചോദ്യ പേപ്പറുകൾ ഇനിയും ഉണ്ട്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന പോലെ, അതായത് പ്രോബ്ലംസ് ചെയ്യുന്ന വേറൊരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ഇപ്പോൾ പഠിച്ചു പോകുക ഇത്രയും. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് തെന്നി മാറി വേറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായൊരു ടോപ്പിക്കാണ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. വൈദ്യുതിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് പലപ്പോഴും ആവശ്യമില്ലാത്തതും എന്നാൽ പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നതുമായിട്ടുള്ളൊരു ഇഫക്റ്റാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹീറ്റിംഗ് ഇഫക്റ്റ്? ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്ന കറണ്ട് കുറയ്ക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ എന്ന കമ്പോണൻ്റ് അല്ല. എല്ലാ വസ്തുക്കളും, എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകൾക്കും അതിൻ്റേതായ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ലൈറ്റ് ആയാലും ഫാൻ ആയാലും എന്തോ ആയിക്കോട്ടെ, അതിൻ്റേതായ എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉള്ള ഒരു വസ്തുവിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? റെസിസ്റ്റൻസ് അതിനെ തടയും. അപ്പോൾ ഈ തടസ്സത്തിനെ ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറണ്ടിന് ഇതുവഴി കടന്നു പോകാൻ പറ്റുള്ളൂ. വിഷ്വലി ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് എനർജി ഉപയോഗിച്ചിട്ടാണല്ലോ. ഈ വർക്കാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റായിട്ട് മാറുന്നത്. കാരണം നമുക്കറിയാം എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, പക്ഷേ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ഇലക്ട്രിക്കൽ എനർജി റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വർക്ക് ചെയ്യും. ആ വർക്ക് എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും. അപ്പോൾ ചിലതിനകത്ത് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഹീറ്റിൻ്റെ അളവും കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഹീറ്റിൻ്റെ അളവും കുറവായിരിക്കും. ഇങ്ങനെയാണ് സത്യത്തിൽ എന്തുണ്ടാകുന്നത്? ഹീറ്റ് ഉണ്ടാകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്, ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ളൊരു കണ്ടക്ടർ നമ്മൾ എടുത്താൽ അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് പറ്റും? ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും? ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഡെസിപ്പേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോമൺലി നോൺ ആസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ
കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക്, ആ വർക്ക് എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു ബൾബ്, ഇലക്ട്രിക് ബൾബ്, നമ്മളിപ്പോഴത്തെ LED ബൾബ് അല്ല, പണ്ടത്തെ ഫിലമെൻറ്റ് ബൾബ് കത്തിക്കുമ്പോൾ അത് ചൂടാവുന്നത് എന്തുകൊണ്ടാണ്? ഫിലമെൻറ്റിനകത്തുള്ള റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്ന വർക്ക് കാരണം ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലെ അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, സോൾഡറിങ് അയൺ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റിലല്ല, ചൂടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത് എന്ത് എഫക്റ്റിലാണെന്നുള്ള കാര്യം. ഓക്കെ, ശരി. അപ്പോൾ ഹീറ്റ് എത്രത്തോളമാണ് ഒരു കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ പേരാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ എന്താണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പറഞ്ഞത്? ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കണ്ടക്ടറിലൂടെ I എന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അതിലൂടെ T എന്ന് പറയുന്ന സമയത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവ് H എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലായിരിക്കും? അത് I² RTക്ക് ഈക്വൽ ആയിരിക്കും. കറണ്ടിൻ്റെ സ്ക്വയർ ടൈംസ് റെസിസ്റ്റൻസ് ടൈംസ് ടൈം. ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമിലായിരിക്കണം, ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഹീറ്റിൻ്റെ അളവിടെ കിട്ടുകയുള്ളൂ. അങ്ങനെ അളക്കുന്ന ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. സോ ഇവിടെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വയ്ക്കുക. യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താണ്? ജൂൾ. യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂൾ. ഇവിടെ ആ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. യൂണിറ്റ് ഓഫ് ഹീറ്റ് ആണ് എന്ത്? ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ജൂളിൽ നമുക്ക് ഹീറ്റ് കിട്ടണമെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ആംപിയറിലായിരിക്കണം, റെസിസ്റ്റൻസ് ഓമിലായിരിക്കണം, ടൈം എന്തിലായിരിക്കണം? സെക്കൻഡിലായിരിക്കണം. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ എന്താ പറയുന്നത്? ദ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം ഇറ്റ് ടേക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ കറണ്ട് I² RT I² RT. ഇനി ഇതേ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. H = VIT. ഇതിൽ ചെറിയ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് കിട്ടുന്നതാണ്. റീഅറേഞ്ച്മെൻ്റ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, VIT എന്നൊരു ഇക്വേഷൻ ഉണ്ടെന്ന് പഠിക്കുക. H = V²/R × T എന്ന ഒരു ഇക്വേഷനും ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നിങ്ങൾ ജൂൾസ് ലോ ഓർത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ പറഞ്ഞ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ചോദ്യം ചെയ്ത് നോക്കാം. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട് flows through a conductor if the resistance is 200 ohm and time is 5 minutes? എന്താ പറയുന്നത്? ഒരു 0.2 ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു. ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ഓമും അതുവഴി ഫ്ലോ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റും ആണെങ്കിൽ അവിടെ എത്ര ഹീറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ചോദ്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതി സമയമൊന്നും കളയരുത്, സ്റ്റെപ്പിന് മാർക്കൊന്നുമില്ല, പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. I = എന്താണ്? 0.2 അല്ലെങ്കിൽ 2/10 ആംപിയർ എന്ന് എഴുതാം, വെട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 200 ഓം ആണെന്ന് എടുക്കുക. ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണെന്ന് എടുക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മൾ ടൈം എടുക്കേണ്ടത് സെക്കൻഡിലാണ്. അപ്പോൾ 5 × 60 എത്രയാണ്? 300 സെക്കൻഡാണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റാണ്. ഹീറ്റിൻ്റെ ഇക്വേഷൻ H = I² RT ആണ്. I എന്ന് വെച്ചാൽ അപ്പോൾ എത്രയാണ്? അപ്പോൾ 2/10 ദ ഹോൾ സ്ക്വയർ ആണ്. ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. ഇൻറ്റു T എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4/100, 10ൻ്റെ സ്ക്വയർ 100 ഇൻറ്റു 200 ഇൻറ്റു 300. അപ്പോൾ 0 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 × 200 × 3 എന്ന് കിട്ടും. സോ ഹീറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? വലിയ കാൽക്കുലേഷനാണ്. നിങ്ങൾ മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരല്ലേ, പറ ഇവിടെ ഹീറ്റ് എത്ര കിട്ടും, എത്ര ജൂൾ കിട്ടും എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, ഞാൻ കാൽക്കുലേഷൻ ഭയങ്കര വീക്കാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉത്തരം ചെയ്തിട്ട് കമൻ്റായിട്ട് ഇടുക. അടുത്തൊരു ചോദ്യം, സെയിം ടൈപ്പ് പക്ഷേ വേറെ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ്. ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം തന്നിട്ടുണ്ട് 3 മിനിറ്റ്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വോൾട്ടേജും തന്നിട്ടുണ്ട്. സെയിം രീതിക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 920 ഓം. നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് എത്രയാണ്? കറണ്ടല്ല, വോൾട്ടേജ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 230 വോൾട്ട്. ടൈം തന്നിട്ടുണ്ട് 3 മിനിറ്റ്, അതായത് 3 × 60 എത്രയാണ്? 180 സെക്കൻഡ്. കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റാണ്. ഏത് ഫോർമുല? I² RT ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് കറണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? H =
VIT ഉപയോഗിക്കാൻ നമുക്ക് എന്തില്ല, ഐ ഇല്ല, ഐ ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, V²/R × T എന്ന ഫോർമുല നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ V എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 230 × 230/R എത്രയാണ്, 920 × T എത്രയാണ്, 180. വീണ്ടും വലിയൊരു ഫോർമുല ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഉത്തരം എത്രയാണെന്ന് പറഞ്ഞു തരണം. ചെയ്ത ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചെയ്തിട്ട് ഉത്തരം പറ. അപ്പോൾ ഇതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഓക്കെ അല്ലേ, ഇത്രയും പറഞ്ഞ കാര്യം. ഇനി ഹീറ്റിംഗ് എഫക്റ്റ് വർക്ക് ചെയ്യുന്ന 2 ഉപകരണങ്ങൾ ഏതൊക്കെയെന്നും കൂടി നോക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, സോൾഡറിങ് അയൺ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ, ഇവ എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം, ഹീറ്റിംഗ് ഡിവൈസുകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ഹീറ്റിംഗ് ഡിവൈസ്. ഈ ഹീറ്റിംഗ് ഡിവൈസിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നതാണ് എന്ത്, ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഹീറ്റിംഗ് എലമെൻറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എലമെൻ്റ് ഏതാണ്? അതൊരു അലോയി ആണ്. അലോയിയുടെ പേരാണ് നിക്രോം. വളരെ 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 ഇമ്പോർട്ടൻ്റ്. എന്താണ്, നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ടെന്നോ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതെന്ന് ചോദിക്കും. അതിൻ്റെ പേരാണെന്ത്, നിക്രോം. നിക്രോം എന്ന് പറയുന്നത് എന്താണ്, അതൊരു അലോയി ആണ്. അലോയി എന്ന് വെച്ചാൽ ലോക സംഗമം അങ്ങനെ എന്തോ അല്ലേ, സോറി. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, നിക്കൽ വരുന്നുണ്ട്, ക്രോമിയം വരുന്നുണ്ട്, പിന്നെ അയണും വരുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, നിക്രോം ഉണ്ടാകുന്നത്. ഈ നിക്രോമാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഈ പറയുന്ന നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ്, ഭയങ്കര റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാകും. മാത്രമല്ല ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതായത് ചെറിയ രീതിയിൽ ചൂടായാലൊന്നും ഇത് ഉരുകി പോകത്തില്ല. അപ്പോൾ അതാണ് സംഭവം. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ഉള്ള നിക്രോം വയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചുറ്റി ഒരു കോയിലാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മൾ കറണ്ട് കടന്നു പോകുമ്പോഴത്തേക്കും അത് റെഡ് ഹോട്ടായിട്ട് മാറുന്നു. അപ്പോൾ നിക്രോം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, അതൊരു അലോയി ആണ്. നിക്കലും ക്രോമിയവും അയണും ചേർന്നാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. മാത്രമല്ല അത് എന്തായിട്ട് മാറാനുള്ള കഴിവുണ്ട്, ദ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട്. ഓക്കെ, റെഡ് ഹോട്ട് കണ്ടീഷനിൽ ചുട്ടുപഴുത്തിരിക്കാൻ ഇതിന് കഴിവുണ്ട്. ഇതൊരു ഡിവൈസ്. ഇനി വേറൊന്നാണ് ഇലക്ട്രിക് ഫ്യൂസ്. നമ്മളെ വീട്ടിലൊക്കെ ഫ്യൂസ് ഉണ്ടല്ലോ, ഫ്യൂസ്. അപ്പോൾ ഫ്യൂസ് വയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. ഫ്യൂസ് വയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. നമ്മൾ പറയണം എന്താണ്, ഫ്യൂസ് വയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, അത് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. അതെന്താണ്, ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. അപ്പോൾ സംഭവം എന്താണെന്ന് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വയറാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ഇത് മെയിൻ സ്വിച്ച് പോയി കഴിഞ്ഞിട്ട് ഇതിൽ നമ്മളിത് സീരീസ് ആയിട്ട് എന്തിനെ കൊടുക്കും, നമ്മൾ ഫ്യൂസിനെ കണക്ട് ചെയ്യും. അപ്പോൾ ഫ്യൂസിനെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനകത്താണ് എന്തുള്ളത്, നമ്മുടെ ഫ്യൂസ് വയർ ഉള്ളത്. ഇതിനകത്താണ് എന്തുള്ളത്, നമ്മുടെ ഫ്യൂസ് വയർ നമ്മൾ പിടിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ടാണ് പിന്നീട് അങ്ങോട്ട് കറണ്ട് പോകുന്നത്. ഇനി ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ടിന്നും ലെഡും ഉള്ള ഒരു അലോയി ആണ്. ഓക്കെ, അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ് എന്ത്, ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര കറണ്ടാണോ വരുന്നത് അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റുള്ള വയറാണ് നമ്മുടെ വീട്ടിൽ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അതിൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞുതരാം. നോർമൽ സമയം നമ്മുടെ വീട്ടിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവായിരിക്കും. ഒരു 230 വോൾട്ട് 5 ആംപിയർ ആയിരിക്കും നോർമലി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട്. പക്ഷേ വീടിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു, ഫേസ് ന്യൂട്രലും തമ്മിൽ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഓവർലോഡിങ് സംഭവിച്ചു, നമ്മൾ ഏതെങ്കിലും ചെറിയൊരു പ്ലഗിലെടുത്ത് നമ്മൾ വലിയൊരു ഡിവൈസ് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ കറണ്ടിനെ എന്ത് ചെയ്യും, വയർ ഇവിടെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കും, നല്ല രീതിയിൽ കറണ്ട് വരും. അപ്പോൾ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. എന്ത് ഫ്ലോ ചെയ്യും, ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഈ ഹൈ കറണ്ട് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു ഉപകരണങ്ങളൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ കോപ്പറിൻ്റെ വയറാണല്ലോ നമ്മുടെ വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്നത്. ഈ കോപ്പർ വയറൊക്കെ ചൂടായി തീപിടുത്തമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഫ്യൂസിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഫ്യൂസ് വയർ എന്ന് വെച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ഒന്നാണല്ലോ. അപ്പം നോർമലി വീട്ടിൽ വരേണ്ട കറണ്ടിനേക്കാൾ കൂടിയ കറണ്ട് വന്നാൽ അപ്പം തന്നെ എന്ത് പറ്റും, ഇത് ഉരുകും, ഇത് പൊട്ടും.
ഇത് ഉരുകും, ഇത് പൊട്ടും. അപ്പോഴാണ് വീട്ടിൽ ഫ്യൂസ് അടിച്ചു പോകുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ വെച്ച് എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്ക് ആവും. പിന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, കറണ്ട് വരില്ല. പിന്നീട് ഇങ്ങോട്ട് എന്ത് വരത്തില്ല, കറണ്ട് വരില്ല. അപ്പോൾ കറണ്ട് വരാതാവുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ സേഫ് ആവും, നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ എന്താണ് ഷോർട്ട് സർക്യൂട്ടാണോ ഓവർലോഡാണോ എന്നുള്ളത് നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയൊരു വയർ പിടിച്ച് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ഫ്യൂസ് വയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂസ് വയറിൽ നിന്ന് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ്, ഹീറ്റിംഗ് എഫക്റ്റ് പ്രവർത്തിക്കുന്നു. നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. നോർമലി വീട്ടിൽ ഉപയോഗിക്കുന്ന ആംബിയറേജുകൾ എന്ന് പറയുന്നത് ഈ കൊടുത്തേക്കുന്ന ആംബിയറേജ് ആണ്. ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നോക്കിയോ, ഇവിടെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്താണ്, വീട്ടിൽ ഉപയോഗിക്കുന്നത് ഏത് വയറാണ്, കോപ്പർ. എന്നാൽ ഹീറ്റിംഗ് അപ്ലയൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, നിക്രോമാണ്. എന്തുകൊണ്ട്, നിക്രോമിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്, കോപ്പറിന് അത്ര റെസിസ്റ്റൻസ് ഇല്ല. അതാണ് ഞാനിവിടെ ഉത്തരമായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.